സാർ ഓൾറെഡി നമ്മൾ സ്കോൾ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോയിൽ സാർ ഒന്ന് റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാബ കാണിക്കുന്ന മിറാക്കിൾസ് അല്ലെങ്കിൽ ബാബയുടെ ലീലകളെ യഥാർത്ഥത്തിൽ സാറ് ഈ മോഡേൺ സ്കോൾ എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സാർ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് സ്കോൾ എക്സ്പെരിമെന്റ് എന്നും അതെങ്ങനെയാണ് ഇതുമായിട്ട് സാർ റിലേറ്റ് ചെയ്യണമെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അത് ഞാൻ പറയാം. സ്കോൾ എക്സ്പെരിമെന്റിനെ കുറിച്ച് മുമ്പ് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. പക്ഷേ ഒന്നുകൂടി ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് യൂട്യൂബിൽ കിട്ടും, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കാണാം. ഇതിൻ്റെ സ്കോൾ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ പുസ്തകം എഴുതിയിട്ടുള്ളത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. സ്കോൾ എക്സ്പെരിമെൻ്റ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളതും ശാസ്ത്രജ്ഞന്മാരും സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള എക്സ്പേർട്സുമാണ്. അതിൽ റോമൻ കാത്തലിക് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, മജീഷ്യൻസ് ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള പഴുതുകളും അടച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. ഈ എക്സ്പെരിമെൻറ്റിൽ ആത്മാക്കളെ പരീക്ഷണ മുറിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനേകം ആത്മാക്കളെ പരലോകത്ത് നിന്ന് പരീക്ഷണ മുറിയിൽ കൊണ്ടുവരുന്നു. അതിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഷെർലക് ഹോംസിലെ ഡിറ്റക്റ്റീവിൻ്റെ പേരെന്താണ്, ആർതർ കോണൻ ഡോയിലിയെ വരെ കൊണ്ടുവന്നു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെ പ്രധാനപ്പെട്ട 2 മീഡിയംസ് അനേകം ദിവസങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയും പിന്നീട് മെഷീൻ സംവിധാനത്തോടുകൂടി ആത്മാക്കളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതിലെ ഉദ്ദേശം 1000 ആത്മാക്കളോടും പങ്കെടുപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഈ ആത്മാക്കൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നുള്ളത്, മനുഷ്യജീവൻ്റെ തുടർച്ച, അത്രയേ ഉള്ളൂ. നമ്മൾ അവസ്ഥാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ, മരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പിതൃക്കൾ മറ്റൊരു ലോകത്ത് വേറൊരു ഡയമെൻഷനിൽ അവർ ജീവിതം തുടരുന്നു. അവരെയാണ് നമ്മൾ ഈ ആത്മാക്കൾ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പൗരാണിക കാലം തൊട്ട് അത് അറിയപ്പെടുന്ന പേര് ആത്മാക്കൾ, സോൾ എന്നൊക്കെയാണ്. അതുകൊണ്ട് ആ പദപ്രയോഗം ഇന്നും നമ്മൾ തുടർന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീൽഡ് ആൻഡ് അതിൻ്റെ പുറത്തുള്ള പല തോടുകൾ എന്ന് പറയുന്ന മനസ്സ്, ബുദ്ധി, ഇങ്ങനെയുള്ള ഫീൽഡുകളാണ് ഈ സോൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആത്മാക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേറെ ശാസ്ത്രീയ വിശദീകരണം ധാരാളമുണ്ട്, അതിൻ്റെ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്കോൾ എക്സ്പെരിമെന്റിൽ 1000 ആത്മാക്കളുടെ സംയോജിത എനർജി ഉപയോഗിച്ചാണ് ഈ ലാബറട്ടറിയിൽ മറ്റ് പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് എന്താണ് ഈ സംയോജിത എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോൾ മെട്രിക്സ് എന്നൊരു പദപ്രയോഗമാണ് അവർ ഈ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഭൗതിക ശരീരത്തിൽ നിൽക്കുന്ന നമ്മൾ സംയോജിച്ചല്ല നിൽക്കുന്നത്. പക്ഷെ ഭൗതിക ശരീരം വേർപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ശരീരം എല്ലാം സംയോജിച്ചാണ് നിൽക്കുന്നത്. അതിൽ സമാന വൈബ്രേഷൻ ഉള്ളവർ മാത്രമാണ് സംയോജിച്ച് നിൽക്കുന്നത്. ഇപ്പം നമുക്കാണെങ്കിലും അറിയാമല്ലോ, നമ്മുടെ ശത്രുക്കളുടെ അടുത്ത് പോയി നമ്മൾ നിൽക്കുകയില്ല, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അധികം ലോഹ്യമില്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഏറ്റവും മിനിമം രീതിയിൽ ഇടപെടാറുള്ളൂ. ആത്മീയ ലോകത്തിൽ സമാനമായ സ്വഭാവമുള്ളവരെല്ലാം സംയോജിച്ച് നിൽക്കും. വേറൊരു കാര്യം കണ്ടത്, ഈ സ്കോൾ എക്സ്പെരിമെന്റിൽ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ പലരും പരലോകത്ത് നിന്ന് ഇത് പ്ലാൻ ചെയ്ത് ലാബറട്ടറിയിലേക്ക് ആത്മാക്കളെ ആനയിക്കുകയാണ് ചെയ്തത്. സ്കോൾ എക്സ്പെരിമെന്റ് വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ പലരും ഇതിന് എങ്ങനെ പരീക്ഷണ മുറിയിൽ വനേഡിയം ക്രിസ്റ്റൽസ്, അങ്ങനെയുള്ള ചില അത്യാധുനിക സംവിധാനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ട് എങ്ങനെ ഘടിപ്പിച്ച് ഏത് രീതിയിലായിരിക്കണം അത് പ്രവർത്തനക്ഷമമാക്കേണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ഡയഗ്രാം വരെ അവർക്ക് പ്രിന്ററിൽ കൂടി കാണിച്ചു കൊടുത്തു. അങ്ങനെ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു പരീക്ഷണമാണ് സ്കോൾ എക്സ്പെരിമെന്റ്. നോബൽ ലോറേറ്റ് ആയിരുന്ന റൂപ്പർട്ട് ഷെഡ്രിക് വരെ ഈ പരീക്ഷണം വിറ്റ്നസ് ചെയ്യാനുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ശാസ്ത്രീയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സ്കോൾ എക്സ്പെരിമെന്റ് വിറ്റ്നസ് ചെയ്യാനായിട്ട് പല അവസരങ്ങളുണ്ടായിരുന്നു. പ്രസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഡെയിലി മെയിൽ, ഡെയിലി ടൈംസ്, ഇങ്ങനെയുള്ള പത്രക്കാരുടെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ പരീക്ഷണം കാണാൻ വന്നിരുന്നു. അങ്ങനെയാണ് സ്കോൾ എക്സ്പെരിമെൻറ്റിൻ്റെ സ്കോൾ എക്സ്പെരിമെൻറ്റ് പ്രചാരം കിട്ടിയത്. ലോകമെമ്പാടും സ്കോൾ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ടെലിവിഷനിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ഒക്കെ പ്രതിപാദിച്ചിരുന്നു. കേരളത്തിൽ മാത്രം ഇതിനെക്കുറിച്ച് യാതൊരു
കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പരീക്ഷണം നടന്നു എന്നുള്ളത് പോലും ഒരുപക്ഷെങ്കിൽ എന്നെപ്പോലെ അപൂർവ ചിലർ പറഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തറിയുന്നത്, കേരളത്തിൽ അറിയുന്നത്. ഇനി ഇതിനകത്ത് ആസ്പോർട്സ്, ഡെസ്പോർട്സ് എന്നും പറഞ്ഞ 2 വസ്തുക്കൾ ഞാൻ ഇതിനെക്കുറിച്ചുണ്ട്. അതായത് ഉറവിടം അറിയാതെ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ചില നാണയങ്ങൾ, സ്പൂണുകൾ, പേൾമാല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പരീക്ഷണ മുറിയിൽ ആത്മാക്കൾ ഇട്ടുകൊടുത്തു മേശപ്പുറത്തേക്ക്. അപ്പോൾ ചോദിച്ചു, ഇത് എവിടുന്ന? ഇത് ഞങ്ങളുടെ ലോകത്തു നിന്ന് നിങ്ങൾക്ക് തരുന്ന സംഭാവനയാണ് എന്നാണ് പറഞ്ഞത്. അത് മുഴുവൻ അറേഞ്ച് ചെയ്ത് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനകത്ത് കാണും, അതിൽ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ലോകത്തിൻ്റെ പിക്ചർ പോലും കൊടുത്തിട്ടുണ്ട്, ആസ്ട്രൽ വേൾഡിൻ്റെ പിക്ചർ പോലും കൊടുത്തിട്ടുണ്ട് സ്കോൾ എക്സ്പെരിമെൻറ്റിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചിൽ കോയിൻ വളരെ പ്രസിദ്ധമാണ് ഇംഗ്ലണ്ടിൽ. ചർച്ചിൽ കോയിൻ, ചർച്ചിലിൻ്റെ ഹെഡുള്ള ഒരു സ്വർണ്ണ നാണയമാണ്. അതുവരെ ഈ സ്കോൾ എക്സ്പെരിമെന്റിൽ ആത്മാക്കൾ കൊടുത്തു. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഇത് 1000 ആത്മാക്കളുടെ, അത് ഒരുപക്ഷെ ഒരു പരീക്ഷണത്തിൽ ഒരു 10-50 ആത്മാക്കളായിരിക്കും ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ ഓരോ പരീക്ഷണത്തിലും ഓരോ സെറ്റ് ഓഫ് സോൾ മെട്രിക്സിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. 1000 ആത്മാക്കളെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 50-60 സെറ്റ് ഓഫ് ആത്മാക്കളെ ഉപയോഗിച്ചിട്ട് അവരുടെ വൈബ്രേഷൻ ലെവൽ സാവധാനം കുറച്ച് കൊണ്ടുവന്ന് ഡയമെൻഷണൽ ഗേറ്റിൽ കൂടെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയമെൻഷൻ, അതായത് നമ്മളിപ്പോൾ പറയുന്നത് 5th ഡയമെൻഷൻ ആണെന്നാണ് പറയുന്നത്, ഹയർ ഡയമെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡയമെൻഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ഡയമെൻഷണൽ ഡോർവേ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ അങ്ങ് മരിക്കുകയാണെങ്കിൽ എനിക്കൊരു അവസ്ഥാന്തരമുണ്ടാണ്. എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമാകും. എൻ്റെ മനസ്സിൽ നിന്ന് ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ശക്തി കൂടും. അപ്പം എൻ്റെ മനസ്സുൾപ്പെടുന്ന എൻ്റെ സൂക്ഷ്മ ശരീരം ഉടൻ തന്നെ ഇവിടെ ഒരു ചുരുൾ ഉണ്ടാക്കി ആ ഡയമെൻഷനിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് പോയ മനസ്സിന് വളരെ ശക്തി കൂടും. അപ്രകാരം നമുക്ക് അത് ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായാലും അത് സാധിക്കും. ഒരു തരം വേം ഹോൾ എന്ന് പറയാം, ഒരു തരം ഗേറ്റ് വേ ആണ്. ഒരു ഗേറ്റ് വേ, അതായത് ഒരു ഡയമെൻഷനിൽ നിന്ന് വേറൊരു ഡയമെൻഷനിലേക്ക് കടക്കാവുന്ന ഒരു ഗേറ്റ് വേ. ഈ വേം ഹോൾ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ഫിസിക്സിലെ പദപ്രയോഗമാണ്. ഇത് ആത്മീയ ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ടണൽ വഴിയാണ് കടക്കുന്നതെന്നാണ് എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഇവിടെ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ, അവസ്ഥാന്തരത്തിന് കിടക്കുകയാണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ മരണം എന്നുള്ളത് വളരെ തെറ്റായ പദപ്രയോഗമാണ്. ഇതൊക്കെ കാലഹരണപ്പെട്ട പദപ്രയോഗമാണ്. നമ്മളൊരു ബട്ടർഫ്ലൈ എപ്രകാരം പ്യൂപ്പ സ്റ്റേറ്റിൽ നിന്ന് ബട്ടർഫ്ലൈ ആണ്, 3-4 സ്റ്റേജുകളുണ്ട് ബട്ടർഫ്ലൈക്ക്, മെറ്റമോർഫോസിസ്. അപ്പോൾ ആ പ്യൂപ്പ സ്റ്റേറ്റിലെ മെറ്റമോർഫോസിസ്, രൂപപരിണാമം സംഭവിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്ന ഈ രൂപപരിണാമത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താണ് നമ്മുടെ ശരീരവും മനസ്സും മറ്റു സൂക്ഷ്മ ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഗേറ്റ് വേ കൂടെ പ്രവേശിച്ച് നമ്മൾ അന്യലോകങ്ങൾ ചെയ്യുകയാണ്. ഇതാണ് സ്കോൾ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഞാനിവിടെ പ്രാധാന്യം കൊടുക്കുന്ന അവിടുന്ന് കൊടുക്കുന്ന ആസ്പോർട്സ് ആൻഡ് ആപ്പോർട്സ് ഒക്കെയാണ്. അവിടെയും ചികിത്സ, അതായത് മരുന്നില്ലാതെ രോഗസൗഖ്യം ഉണ്ടാക്കിയതായിട്ടുള്ള 2-3 റിപ്പോർട്ടുകൾ സ്കോൾ എക്സ്പെരിമെന്റിൽ പറയുന്നു. അപ്പോൾ അതൊക്കെ ശാസ്ത്രജ്ഞരെയും പുണ്യപുരുഷന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി നടത്തുന്ന ഈ സ്കോൾ എക്സ്പെരിമെന്റ് സത്യത്തിൽ കംപ്ലീറ്റ് സൂപ്പർവൈസ് ചെയ്തത് സിദ്ധന്മാർക്കോ പുണ്യവാളന്മാർക്കോ തുല്യരായ ഏതാനും ആത്മാക്കളുടെ സൂപ്പർവിഷനോടുകൂടിയാണ്. അവർക്കൊരു പ്രത്യേക പേര് പറയും, ഹൈ കൗൺസിൽ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ സൂപ്പർവിഷനോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സകല കാര്യങ്ങളും അവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ പറയുന്ന ആസ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവിടമറിയാത്ത വസ്തുക്കൾ മേശപ്പുറത്തേക്ക് വീഴുകയും അത് അവർ കളക്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു. അവർ പരിശോധിക്കുകയും ചെയ്തു. സ്വർണ്ണലോഹങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ചർച്ചിൽ ഹെഡ്, അങ്ങനെയുള്ള പേൾ മാലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് സത്യസായി ബാബ നിത്യേന ഇതുപോലെയുള്ള പേൾമാലകൾ, വാച്ച് വരെ ഉണ്ടാക്കും. അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊന്നും ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല ഈ വാച്ച് എങ്ങനെയാണ്
നിർമ്മിക്കപ്പെട്ടതാണ്. കമ്പനികൾ പറയുന്നുണ്ട് ഇത് ലുക്കിംഗ് ലൈക്ക് റോളക്സ്, പക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാക്ട്ലി അത് തന്നെയാണ് സാധനം, പക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ തെഫ്റ്റ് ആവുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു വിവരണം തരാം. അത് കരഞ്ജിയ, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകനാണ് കരഞ്ജിയ. കരഞ്ജിയയോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു പത്രപ്രവർത്തനം ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അതുപോലെ വിമർശകനും അതുപോലെ നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ നല്ല കൂർമ്മ ബുദ്ധിയും വിശകലന പാഠവുമുള്ള ഒരു പത്രപ്രവർത്തനമാണ് കരഞ്ജിയ. സത്യസായി ബാബയെ ഇന്റർവ്യൂ എടുത്തു. സാധാരണ ഈ സത്യസായി ബാബ എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുകയില്ല, അർഹിക്കപ്പെട്ടവർക്ക് മാത്രമേ അത് കൊടുക്കൂ. കരഞ്ജിയയുടെ ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഈ വാച്ച്, പേഴ്മാല, ഇതൊക്കെ സ്വാമി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ സ്കോൾ എക്സ്പെരിമെന്റ് നടത്തിയ എല്ലാ കാര്യങ്ങളും സത്യസായി ബാബ നിത്യേന എന്നോണം ഒരു കാലഘട്ടം വരെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കൊണ്ടുപോകുന്നു. കാരണം ഇത് സ്വാമി പറയുന്നത് ഇത് എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രമാണ് സുഹൃത്തെ, നിങ്ങളെ സ്വാധീനിക്കാനോ വേണ്ടിയിട്ട് ഒന്നുമല്ല നിങ്ങൾക്കൊരു മാല ഉണ്ടാക്കി തരുന്നതോ ഒരു ലോക്കറ്റോ ഉണ്ടാക്കി തരുന്നത്. ഇതെൻ്റെ ഒരു സ്വാഭാവിക പ്രകടനം മാത്രമാണ്. അപ്പോൾ സ്കോൾ എക്സ്പെരിമെന്റിൽ നിന്ന് ഇത് വളരെ കൃത്യമായിട്ട് വെളിപ്പെട്ടു വന്നു. ആത്മാക്കൾക്ക് ഇങ്ങനെയുള്ള നിർമ്മിതി സാധ്യമാണെന്നുള്ളത്. അപ്പോൾ സത്യസായി ബാബയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ ശരീരം എന്നുള്ളത് സത്യസായി ബാബയ്ക്ക് സത്യത്തിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് ശരിക്കും ബോധ്യമില്ല. കാരണം അത് മുഴുവൻ ഒരു ആത്മാവിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അത്ഭുതപരമായ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. ഇതുപോലെ മിറക്കിൾസ് നടത്തിയിട്ടുള്ള ഒരൊറ്റ സെയിന്റിനെ കുറിച്ചും എനിക്കറിവില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഉടനെ തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ ചെറിയ ബുക്കിലും പറയുന്നുണ്ട് ശിവരാത്രിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ നിന്ന് വായിലൂടെ എങ്ങനെ വരുന്നുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അതല്ല, അതിനു മുമ്പ് തന്നെ 14-15 വയസ്സ് പ്രായമുള്ളപ്പോഴത്തേക്കും ചിത്രാവതി നദി എന്ന് പറഞ്ഞ ഒരു ചെറിയ പുഴയുണ്ട് അവിടെ. അതിൻ്റെ മണൽത്തീരത്ത് പോയി സ്വാമി മണലുകൊണ്ട് കൂമ്പാരം കൂട്ടി അതിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം, പല വിഗ്രഹങ്ങളും ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു വിഷ്ട്രി എന്ന് പറയുന്നത്, അതിപ്പോഴും ചെന്നാൽ കാണാം. ആ വിഷ്ട്രിയിൽ സ്വാമിയുടെ ചെറുപ്പകാലത്ത് സത്യസായി ബാബ ആപ്പിള്, പേരയ്ക്ക, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് ഉദ്ദേശം ഒരു 12-15 അടി പൊക്കമുള്ള ഒരു മരത്തിൽ നിന്ന്, അത് ഇന്നും അവിടെ കാണാം. നിങ്ങൾ പുട്ടപർത്തിയിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോയി കാണാം. അതുണ്ടായിരുന്നു. എല്ലാവിധ ഫ്രൂട്ടുകളും അവിടുത്തെ സാധാരണ ഗ്രാമീണരായ കുട്ടികളാണ്, അവർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് സ്വാമി ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ലാത്ത അത്ഭുത പ്രവർത്തികളാണ് സ്വാമി ചെയ്തു പോകുന്നത്. പക്ഷേ അവിശ്വാസികളായിട്ടുള്ളവർ, നാസ്തികരായിട്ടുള്ളവർ, ഇങ്ങനെ പലരും കടന്നു കയറി സ്വാമിയുടെ അന്നത്തെ കാലത്ത് ഒത്തിരി അധിക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ അതിലൊന്നും സ്വാമി റെസ്പോണ്ട് ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു മാധവൻകുട്ടി. മറ്റു പലരും കേരളത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും പലരും ഇതിനു വേണ്ടി ശ്രമിച്ചു. കരഞ്ജിയ ഒരു വിമർശനമായതുകൊണ്ട് സ്വാമിയെ വിമർശിക്കുന്നവരുടെയും അതേസമയം സ്വാമിയെ പുകഴ്ത്തുന്നവരുടെയും റിപ്പോർട്ട്സ് ബ്ലിറ്റ്സ് എന്ന പേപ്പറിൽ 1970-കളിൽ വളരെ പ്രസിദ്ധമായ പേപ്പറാണ് ബ്ലിറ്റ്സ്. അതൊരു കുട്ടിപ്പത്രമായിരുന്നു, ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇത് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ദിവസം കരഞ്ജിയ സത്യസായി ബാബയുമായിട്ട് ഒരു ഇന്റർവ്യൂവിന് ആവശ്യപ്പെട്ടു. സത്യസായി ബാബ ഇന്റർവ്യൂവിന് സമ്മതിക്കുകയും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പച്ചയ്ക്ക് ചോദിക്കുകയും ചെയ്തു. ഒരു പുസ്തകമാണിത്. ഇതിന് വെറും 65-66 പേജുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് ഗോഡ് ലീവ്സ് ഇൻ ഇന്ത്യ എന്നാണ്. ഇതേ ഗോഡ് ലീവ്സ് ഇൻ ഇന്ത്യ, ഇതേ പുസ്തകമാണ് ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ ഇംപ്രഷൻസ് എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിന്റെ തലക്കെട്ടാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് കണ്ടത്. അപ്പോൾ ഈ പുസ്തകം കണ്ടപ്പോഴേ ഞാനത് വാങ്ങിച്ചു. ഇത് 2.5 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ്. 1976 ബ്ലിറ്റ്സിൻ്റെ പ്രസിദ്ധ എഡിറ്ററായ RK കരഞ്ജിയ, എൻ്റെ പ്രായത്തിലുള്ളവരും ഒരുപക്ഷെ ഒരു 10-60-50 വയസ്സ് തൊട്ട് മുകളിലുള്ള ബ്ലിറ്റ്സിനെ കുറിച്ച് അറിയാൻ. അപ്പോൾ ഈ പുസ്തകത്തെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്.